കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിനെ പൂർണ്ണമായും പിടിച്ചുകുലുക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനും പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കുമെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണം നടത്തിയത്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യചിഹ്നത്തിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും സഭയിൽ വൻ പ്രതിഷേധത്തിന് വഴിവെക്കുമ്പോൾ അതിനെയെല്ലാം പരിഹരിക്കേണ്ടുന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ചുമതല ആരുടെ കൈകളിലാണ് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായി ഉയർത്തിയത്. കേവലം രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കപ്പുറം ഭരണകൂടത്തിൻ്റെ നിലപാടുകളെയും ധാർമ്മികതയെയും സഭയുടെ മുന്നിൽ പൂർണ്ണമായും വിചാരണ ചെയ്യുന്നതായിരുന്നു പ്രിയങ്കയുടെ ഓരോ വാക്കുകളും. ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രമുഖ സർവകലാശാലകളും വൈസ് ചാൻസലർ പദവികളും RSS താൽപ്പര്യക്കാർ കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടുത്താനും വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യ ചിന്തകളെ ഇല്ലാതാക്കാനും നീക്കങ്ങൾ നടക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പക്കാ വക്താവിനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി ഈ പുതിയ നിയമനത്തിനെതിരെ സഭയിൽ ഉയർന്ന ഏറ്റവും കടുത്ത മാനുഷികവും രാഷ്ട്രീയവുമായ വിമർശനം ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്ത് വംശഹത്യയുടെ ക്രൂരനാളുകളിൽ ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനു എന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരുടെ കൺമുന്നിലിട്ട് 5 വയസ്സുള്ള കുഞ്ഞിനെ കല്ലിലടിച്ചു കൊല്ലുകയും ചെയ്ത കൊടും ക്രിമിനലുകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച സംഭവം ഈ രാജ്യം മറന്നിട്ടില്ല. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ മാസ് റേപ്പിസ്റ്റുകളെയും കൊലപാതകികളെയും പുറത്തുവിട്ടപ്പോൾ അവർക്ക് മാലയിട്ട് സ്വീകരണം നൽകിയ അനീതിയെ നിയമപരമെന്ന് പരസ്യമായി ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇതേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന പ്രഹ്ലാദ് ജോഷി. ഒരു ഗർഭിണിയുടെ കണ്ണീരും ശാപവും പുരണ്ട ആ നീതികേടിനെ പിന്തുണച്ച ചരിത്രമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ അടുത്ത തലമുറയെ ധാർമ്മികതയും നല്ല പാഠങ്ങളും പഠിപ്പിക്കാൻ കഴിയുക എന്ന ചോദ്യം ഭരണപക്ഷത്തെ പൂർണ്ണമായും ഞെട്ടിച്ചു കളഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സഭയിൽ നടത്തുന്ന ഇത്തരം കൃത്യമായ ആഞ്ഞടിക്കലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഈ രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത്. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനാകാതെ ഭരണപക്ഷം ബഹളം വെച്ച് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ സഭാരേഖകളിലെത്തിക്കാൻ പ്രിയങ്കയ്ക്കായി. RSS നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കും എതിരെ പാർലമെന്റിൽ ഉയർന്ന ഈ ശബ്ദം വരും ദിവസങ്ങളിൽ രാജ്യത്തൊട്ടാകെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രക്ഷോഭങ്ങൾക്കും വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.